ഏട്ടാ, ചായ കുടിക്കൂ എന്ന് വിളിച്ചു കൊണ്ടുവരുന്ന ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ചിന്തകളിൽ നിന്നും ഉണർന്ന ശേഖർ ചായക്കപ്പ് കയ്യിലെടുത്തു. ചായ കുടിച്ചുകൊണ്ട് രഘു സന്തോഷത്തോടെ പറഞ്ഞു, എന്തായാലും എല്ലാം നല്ലതിന് തന്നെ സംഭവിച്ചു ശേഖർ. രഘു, ആ പയ്യൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു ധൈര്യമുണ്ട്. നിന്റെ മകൾ എൻ്റേതാണെന്ന് എന്നോട് വെല്ലുവിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ശേഖർ ആകുലതയോട് പറഞ്ഞു. അവൻ്റെ ഒരു മുഖം. ഞാൻ ഉടനെ തന്നെ ഈ വിവാഹം റദ്ദാക്കാനുള്ള വഴി നോക്കാം. നിങ്ങളൊന്നിനും പേടിക്കണ്ട, വക്കീൽ ഉറപ്പ് നൽകി. വളരെ നന്ദി വക്കീൽ സർ, വിളിച്ചുടനെ തന്നെ വന്ന് സഹായിച്ചതിന്, ശേഖർ സന്തോഷത്തോടെ പറഞ്ഞു. ആരയച്ചിട്ടാണ് രഘുവും വക്കീലും വന്ന് സഹായിക്കുന്നതെന്ന് ശേഖറിന് അറിയില്ലായിരുന്നു. അകത്തെ മുറിയിൽ തറയിൽ കിടന്ന് വിങ്ങിക്കരയുകയായിരുന്ന കാവ്യ അവളുടെ ഹൃദയം തകർന്നു പോയിരുന്നു. ഈ വിവാഹം തടയുന്നത് എനിക്കും ഇഷ്ടമല്ല എന്ന് വിവേക് പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കാതുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൾ ആ വേദനയിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 ദിവസം പോലും തികയുന്നതിന് മുൻപേ വിവാഹമോചന പത്രത്തിൽ ഒപ്പിട്ട് വിവേക് എന്തിനാണ് യഥാർത്ഥത്തിൽ എന്നെ കല്യാണം കഴിച്ചത്? എൻ്റെ പിന്നാലെ നടന്ന് സമ്മതിപ്പിച്ചത് എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലോർത്ത് അവൾ ഏങ്ങലടിച്ചു. അവൾ ഫോൺ തുറന്നു നോക്കി. സാഹചര്യം നിന്നോട് വിവരിച്ചാലും നിനക്ക് മനസ്സിലായില്ല. നീ എപ്പോഴും എൻ്റേത് മാത്രമാണ് കാവ്യ. നീ കരയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നീ എൻ്റെ ജീവനാണ്. കോളേജിൽ വെച്ച് കാണുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. നിനക്ക് ഞാൻ വാക്ക് നൽകുന്നു. എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാകൂ. എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങൂ. നീ എൻ്റെ പൊന്നല്ലേ. വന്ന മെസ്സേജ് കണ്ടവൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് വീണ്ടും ഉറക്കെ കരഞ്ഞു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എന്തിനാണ് ഈ വിവാഹം കഴിച്ചത്? നീ സ്നേഹത്തോടെ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താടിക്ക് വിലയില്ലേ എന്ന് വേദനയോടെ ഓർത്ത് കരഞ്ഞവൾ ബോധരഹിതയായി വീണു. ലക്ഷ്മി എത്ര വിളിച്ചിട്ടും മകൾ എഴുന്നേൽക്കാതിരുന്നപ്പോൾ ഏട്ടാ എന്ന് അവർ ഉറക്കെ വിളിച്ചു. ആ നിലവിളി കേട്ട് ശേഖർ ഉള്ളിലേക്ക് ഓടി വന്നു. മകളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു. അവളെ പതുക്കെ എടുത്ത് കിടക്കയിൽ കിടത്തിയിട്ട് വീട്ടിനടുത്തുള്ള ഡോക്ടറെ ഫോൺ വിളിച്ച് വേഗം വരാൻ ആവശ്യപ്പെട്ടു. കാവ്യയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അദ്ദേഹം അവൾക്കൊരു ഇഞ്ചക്ഷൻ നൽകി. ഏതോ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. സ്ട്രെസ് കൂടി ബോധം പോയതാണ്. എപ്പോഴും അവളെ തനിച്ചാകാതെ ശ്രദ്ധിക്കണം. ഡിപ്രഷനിലായ കുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചേക്കാം എന്ന് ഡോക്ടർ ഗൗരവമായി മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം അവൾക്ക് ചില വിറ്റാമിൻ ഗുളികകളും എഴുതി. ചേച്ചി ബെഡിൽ കിടക്കുന്നത് കണ്ട് ഹരി ഓടി വന്നു. എന്തു പറ്റി അമ്മേ? അവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിക്കാം, മകളുടെ തലയിൽ തലോടിക്കൊണ്ട് ശേഖർ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടർ വന്നത്? ചേച്ചി എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? ഇനിയും എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കാണാത്ത കാര്യങ്ങൾ തുറന്നു പറയൂ. ഹരി ദേഷ്യത്തോടെ ബഹളം വെച്ചു. ശേഖർ എഴുന്നേറ്റ് ഹരിയെ ഹാളിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചിട്ട് അവൻ വേറെ കല്യാണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളത് നോക്കി നിൽക്കുകയാണോ അച്ഛാ എന്ന് ഹരി ആവേശത്തോട് ചോദിച്ചു. നോക്കൂ ഹരി, വിവാഹം കഴിഞ്ഞത് രഹസ്യമാക്കി വെച്ച് വീട്ടുകാർ നിശ്ചയിച്ച മറ്റൊരു കല്യാണത്തിന് അവൻ സമ്മതിച്ചു എന്നതിനർത്ഥം അവൻ നിൻ്റെ ചേച്ചിയെ സ്നേഹിക്കുന്നില്ല എന്നാണ്. വെറും ഒരു ആകർഷണം മാത്രമാണ് അവനുണ്ടായിരുന്നത്. ഞങ്ങൾ അവൻ്റെ നാട്ടിൽ പോയി മുതിർന്നവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ സമ്മതിച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് നിൻ്റെ ചേച്ചിയുടെ ജീവിതം പാഴാക്കുന്നത്? ആരും അറിയുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് പുറത്തു കടന്ന് അവൾ പഠനം പൂർത്തിയാക്കട്ടെ. സ്വന്തം കാലിൽ നിന്ന ശേഷം നല്ലൊരു ബന്ധം നോക്കി നമുക്ക് അവളെ വിവാഹം കഴിപ്പിക്കാം. ശേഖർ മകനെ സമാധാനിപ്പിച്ചു. ശരി അച്ഛ, പക്ഷേ പാവം ചേച്ചിക്ക് ഇത്രയും വലിയ ചതി എന്ന് സങ്കടത്തോടെ ഹരി പറഞ്ഞു. നീ വൈകുന്നേരം കോളേജിൽ പോയി അവളെ ബൈക്കിൽ കൂട്ടി വരണം. കുറച്ച് ദിവസം ആ വിവേകിനെ അവളുടെ പരിസരത്ത് പോലും അടുപ്പിക്കാതിരുന്നാൽ എല്ലാം ശരിയാവും, ശേഖർ നിർദ്ദേശിച്ചു. ശരി അച്ഛ, ഹരി അത് സമ്മതിച്ചു. മറ്റൊരു വശത്ത് ദേവ് തൻ്റെ മുന്നിലുള്ള വക്കീലിനോട് ഗൗരവത്തിൽ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഉടനെ അപേക്ഷ സമർപ്പിക്കുക. എത്രയും വേഗം വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കണം. കാവ്യയുടെ ജീവിതത്തിലെ ഈ കറുത്ത പുള്ളി എത്രയും വേഗം മായ്ക്കണം, ദേവ് പറഞ്ഞു. ദേവ്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ശേഖറിനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ വിവേക് പോകുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് പോയത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വക്കീൽ തൻ്റെ ആശങ്ക പങ്കുവച്ചു.